കാഞ്ഞിരക്കൊല്ലി സൺഡേ സ്കൂൾ 1983 മുതൽ റെഗുലറായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അതിനു മുമ്പ് ആത്മീയ കാര്യങ്ങളിലും നടത്തിയിരുന്ന ഇവിടുത്തെ ആദ്യകാല കുടിയേറ്റക്കാരിലെ പിതാക്കന്മാരെ ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട 12ഓളം വികാരി അച്ഛന്മാരുടെ കീഴിൽ അവരുടെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ വളരെ മനോഹരമായിട്ട് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു. പ്രഥമ വികാരിയായിരുന്ന ജോസഫ് മഞ്ചപ്പള്ളി അച്ഛൻ മുതൽ ഇങ്ങോട്ട് ഇന്ന് ഞങ്ങളുടെ വികാരിയായിരിക്കുന്ന ലൂയിസ് അച്ഛൻ വരെ 12ഓളം ആത്മീയ ഗുരുക്കന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരുടെ എല്ലാം സേവനങ്ങൾ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം മുതൽക്കൂട്ടായിരുന്നു. ഇന്ന് 185 കുട്ടികൾ പഠിക്കുന്നു. 98 ആൺകുട്ടികളും 87 പെൺകുട്ടികളും. ഏതാണ്ട് 1100ഓളം കുട്ടികൾ ഈ സൺഡേ സ്കൂളിൽ നിന്നും പഠിച്ച് പുറത്തു പോയിട്ടുണ്ട്. അതിൽ 10ഓളം വൈദികരും 20ഓളം സിസ്റ്റേഴ്സും ഈ ഇടവകയിൽ നിന്നും സഭയിൽ സേവനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഓരോ സൺഡേ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, അതായത് ഓരോ വർഷവും ഓരോ പ്രത്യേകമായ ക്രമീകരണങ്ങൾ വരുത്തി സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അത് ആകർഷകമായി തീർക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധരെ പരിചയപ്പെടുത്തൽ, ഏതെങ്കിലും കുട്ടികൾ സ്വയമേധ മുന്നോട്ട് വരികയോ അല്ലെങ്കിൽ അധ്യാപകർ നിർദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഒരു വിശുദ്ധനെ പറ്റി കുട്ടികൾക്കെല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്ത് ഒരു പഠനം അതും ഞങ്ങൾ നടത്തുന്നുണ്ട്. 1992 ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് ചക്കേലച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ലൂയി മരിയദാസച്ചൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടരുകയും ചെയ്യുന്നു. 150ഓളം അംഗങ്ങൾ ഇന്ന് ക്രിസ്ത്യനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആതുര സേവന രംഗത്തും ആത്മീയ കാര്യങ്ങളിലും എല്ലാവരോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള പൈസയും ഭവനമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള സഹായവും കൊടുത്തു വരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്ക് വിവാഹ സഹായത്തിന് സാമ്പത്തികമായി ചെയ്തു കൊടുക്കുന്നു. ഒരു പൊൻ പൈതലുമായി തിരുനാരികൾ വന്നേ, ഒരു നാളൊരു പൊൻ പൈതലുമായി തിരുനാരികൾ വന്നേ, അറിവിൻ ഗുരുവാം ശലോമോൻ സവിധേ താണുവണങ്ങുന്നേ. കഥനമിതു കേൾക്കണേ രാജാവേ, ന്യായവിധി ചൊല്ലണേ രാജാവേ. രണ്ടുപേരുമാ കുഞ്ഞിനായിതാ നിന്നു വാദമായി കുഞ്ഞിനമ്മ ഞാൻ താണു കേണു രാജസവിധേ. ഒരു നാളൊരു പൊൻ പൈതലുമായി ഇരുന്നാ
അറിവിൻ ഗുരുവാം ശലമോൻ സവിധേ താണുവണങ്ങുന്നേ. ആരാണേ ആരാണേ നേരാമമ്മ രാജാവിനതിശയമായി. നേരാണേ നേരാണേ കള്ളം ചൊന്നാൽ കാടില്ല തലമേലേ. ശലമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി വിധി പറയും വിനയകലും വഴി തെളിച്ചിടും. ദാവീദിൻ രാജൻ യൂദായിൻ രാജൻ അവനരുളും ഇരുളകലും മിഴി തെളിഞ്ഞിടും. പുഞ്ചിരി പൊഴിയും കുഞ്ഞിനെ നോക്കി ശലമോൻ ചിരി തൂകി. കുഞ്ഞിനായി കേഴും നാരികൾ കാൺകെ ശലമോൻ മിഴി കൂപ്പി. ഇരുവരിലൊരുവൾ സാക്ഷാൽ ജനനി അറിയാൻ വഴിയുണ്ടേ. ആരവിടെ വാളെവിടെ വെട്ടി മുറിക്കൂ ഈ കുഞ്ഞിനെ ഭാഗിക്കൂ ഇരുവർക്കുമായി. അരുതേ കൊല്ലരുതേ എൻ കുഞ്ഞിനെ കേണു വീണൊരു വളതാ. കൊടുത്തയച്ചാലും കുഞ്ഞിനെ അവൾക്കായി കൊണ്ടുപോയാലും സഖി നീ എവിടെയായാലും എൻ മകൻ സുഖമായി കഴിഞ്ഞാൽ മതിയൻ രാജൻ. സഖിയോ കുഞ്ഞിനെ മുറിച്ചു വാങ്ങാൻ ശലമോന്റെ മുന്നിലായി കൈകൂപ്പി. കുഞ്ഞിനെ ഛേദിച്ചു പാതി ചോദിച്ചോളെ നീയല്ല കുഞ്ഞിന്റെ അമ്മ. തഞ്ചോര വാർന്നാലും പ്രാണൻ പിടഞ്ഞാലും അമ്മയ്ക്കു കുഞ്ഞാണു പുണ്യം. ശലമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി അവനരുളി വിധിവചനം വിനയകന്നുപോൽ. കളവിൻ കനിയാളേൽ കരുതുന്നതു പാപം വിധി നേരം വിനയാകും കളവിൻ മൊഴികൾ. ശലമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി അവനരുളി വിധിവചനം വിനയകന്നുപോൽ. കളവിൻ കനിയാളേൽ കരുതുന്നതു പാപം വിധി നേരം വിനയാകും കളവിൻ മൊഴികൾ. ആയിരത്തി 1970 ഞാൻ ഇവിടെ കുടിയേറ്റത്തിന് വന്നത്. അന്ന് ഞാൻ വരുന്ന കാലഘട്ടം ജന്മിമാർക്ക് സ്ഥലം വിൽക്കാൻ നിയമമില്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് റബ്ബർ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ജന്മി ഞങ്ങൾക്ക് സ്ഥലം ഇടപാടാക്കി തന്നിരുന്നത്. പക്ഷേ അതനുസരിച്ച് ആ വ്യവസ്ഥയനുസരിച്ചുള്ള രേഖാമൂലമുള്ള സ്ഥലം തരാൻ അവർ തയ്യാറായുമില്ല. ആ സാഹചര്യത്തിൽ സ്ഥലം കയ്യേറി ഞങ്ങൾ കൃഷി
കൃഷിയും താമസം ഉറപ്പിക്കുകയാണ് ചെയ്തത്. പള്ളിയില്ല എന്നുള്ള കാരണത്താൽ ഒരു പള്ളിക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. അന്ന് അച്ഛന്മാരില്ലാത്ത ഒരു കുറവ് കാരണം പെട്ടെന്ന് ഇവിടെ പള്ളി ഉണ്ടായി കിട്ടിയില്ല. പിന്നീടും കാലാകാലങ്ങളിലുള്ള ബിഷപ്പിൻ്റെ അടുത്തുള്ള സമ്മർദ്ദം മൂലം ബഹുമാനപ്പെട്ട മഞ്ചപ്പള്ളി ജോസ് മഞ്ചപ്പള്ളി അച്ഛന് ഇവിടെ വികാരിയായി കിട്ടി. അതുമുതൽ കുടിയേറ്റങ്ങൾ കൂടുതലായി ഇങ്ങോട്ട് ഉണ്ടാവുകയും കുടിയേറ്റങ്ങൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ട് ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് കുടിയേറുകയും ചെയ്തു. അതിൽ മാസത്തിൽ 2ാം ശനിയാഴ്ച ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾക്ക് പുതിയൊരു കൊട്ടാടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോൺ ബോൾ 2ാമൻ മാർപ്പാപ്പയുടെ നാമധേയത്തിൽ ഒരു കുരിശുപള്ളി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല രീതിയിൽ ലൂയി മരിയാദാസ് അച്ഛന് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ നല്ല നേതൃത്വം നൽകുന്നു. ഇടയനാം ഉടയോനിൻ കൂടെയുണ്ടാവുകിൽ ഇവിടെ എനിക്കൊരു കുറവുമില്ല. ഇടയനാം ഉടയോനിൻ കൂടെയുണ്ടാവുകിൽ ഇവിടെ എനിക്കൊരു കുറവുമില്ല. എൻ്റെ രൂപവും നിന്റെ സ്നേഹവും എൻ്റെ ജീവനും നിന്റെ മാർഗവും. എൻ്റെ രൂപവും നിന്റെ സ്നേഹവും എൻ്റെ ജീവനും നിന്റെ മാർഗവും. നല്ല ദൈവമേ നിൻ കരുണയോർത്തൻ ഹൃദയമുരുകുന്നു. പച്ചപ്പുൽമേടൊരുക്കും ദൈവം എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. പച്ചപ്പുൽമേടൊരുക്കും ദൈവം എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. അങ്ങയെ വാഴ്ത്തിപ്പാടുന്നേ, അങ്ങയെ വാഴ്ത്തിപ്പാടുന്നേ. ഇടയനാം ഉടയോനൻ കൂടെയുണ്ടാവുകിൽ ഇവിടെ എനിക്കൊരു കുറവുമില്ല. മൃത്യുവിൻ്റെ താഴ്വരെ ശക്തി ചോർന്നു ഞാൻ. ശത്രുവിൻ്റെ കൈകളിൽ തേങ്ങിടും നേരം നല്ല മിത്രമായൻ മിഴികളൊപ്പി ഓമനിച്ചെന്നും നിന്റെ ശുദ്ധ തൈലം പൂശി എന്നെ പുത്രനാക്കുന്നു. പച്ചപ്പുൽമേടൊരുക്കും ദൈവം എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. പച്ചപ്പുൽമേടൊരുക്കും ദൈവം എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. അങ്ങയെ വാഴ്ത്തിപ്പാടുന്നേ, അങ്ങയെ വാഴ്ത്തിപ്പാടുന്നേ. ഇടയനാം ഉടയോനൻ കൂടെയുണ്ടാവുകിൽ
ഇവിടെ എനിക്കൊരു കുറവുമില്ല. സത്യമാർഗെ പുലർത്തി എന്നെ പോറ്റിടുന്നു നീ. മുക്തിയാണീ മാനവർത്തൻ ശക്തിയാണു നീ. എൻ്റെ ദൈവമേ നിൻ കരുണ എന്നെ അനുഗമിച്ചിടും. നിന്റെ ഭക്തനായി നിൻ ആലയത്തിൽ കീർത്തനം പാടാം. ഇടയനാം ഉടയോനൻ കൂടെയുണ്ടാവുകിൽ ഇവിടെ എനിക്കൊരു കുറവുമില്ല. എൻ്റെ രൂപവും നിന്റെ സ്നേഹവും എൻ്റെ ജീവനും നിന്റെ മാർഗവും നല്ല ദൈവമേ നിൻ കരുണയോർത്തൻ ഹൃദയമുരുകുന്നു. പച്ചപ്പുൽമേടൊരുക്കും ദൈവം എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. പച്ചപ്പുൽമേടൊരുക്കും ദൈവം എന്നെ ഇടറാതെ കാക്കുന്ന സ്നേഹം. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. എൻ്റെ പാതയിൽ നീതിയായി ഉണർവേകും പുണ്യമേ. അങ്ങയെ വാഴ്ത്തിപ്പാടുന്നേ, അങ്ങയെ വാഴ്ത്തിപ്പാടുന്നേ. ഇടയനാം ഉടയോനൻ കൂടെയുണ്ടാവുകിൽ ഇവിടെ എനിക്കൊരു കുറവുമില്ല. ഇവിടെ എനിക്കൊരു കുറവുമില്ല. ഒരു വാനം പാടിയായി ദൈവഗീതം പാടും ഞാൻ. മനസരോവര മന്ത്രണച്ചെപ്പു തുറന്ന് ഒരു വാനം പാടിയായി ജീവഗാനം പാടും ഞാൻ. ഒന്നായി പാടിടാം, ഒന്നിച്ചു പാടിടാം. ദൈവം നൽകിയ നന്മകളോർത്ത് നന്ദി പറഞ്ഞിടാം. ഒന്നായി പാടിടാം, ഒന്നിച്ചു പാടിടാം. ദൈവം നൽകിയ നന്മകളോർത്ത് നന്ദി പറഞ്ഞിടാം. മാനസവീണയിൽ മധുരരാഗമുണർത്തി ഒരു വാനം പാടിയായി ദൈവഗീതം